LPST, UPST ഇൻ്റർവ്യൂകൾക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഇതുവരെ ചോദിച്ച LPയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളും ചോദ്യങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഏറെ പ്രയോജനകരമാണെന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതുപോലെയുള്ള ചെറിയ 2-3 ടോപ്പിക്കുകളാണ് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് താല്പര്യമെന്ന് പറയുന്നത്? അല്ലെങ്കിൽ പഠനത്തിൽ താല്പര്യം ജനിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന സ്ഥിരം ചോദ്യങ്ങളിലൊന്നാണ്. ആദ്യം താല്പര്യം എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തി തൻ്റെ ജീവിത സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും മറ്റു ചിലത് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും, അല്ലേ? അത്തരത്തിൽ ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവയും ഇഷ്ടപ്പെടാത്തവയും എല്ലാം ചേർന്ന് പൊതുവെ ഇതിനെ നമുക്ക് താല്പര്യം അഥവാ അഭിരുചി എന്ന് പറയാം. അതുപോലെ തന്നെ താല്പര്യങ്ങൾ മിക്കപ്പോഴും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നവയും പരിശീലനം കൊണ്ട് മെച്ചപ്പെടുത്താൻ കഴിയുന്നവയുമാണ്. ഇപ്പോൾ താല്പര്യം എന്നുള്ള വസ്തുതയെ നമുക്ക് പ്രൈമറി തലത്തിലോട്ട്, നമുക്കതാണല്ലോ ആവശ്യം, പ്രൈമറി തലത്തിലോട്ട് നമുക്ക് കൊണ്ടുപോകുമ്പോൾ പ്രൈമറി ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക്, ഇപ്പോൾ നമുക്കറിയാം ചില കുട്ടികൾക്ക് ചില സബ്ജക്റ്റിനോട് അതിയായിട്ടുള്ള താല്പര്യമുണ്ടായിരിക്കും, അല്ലേ? എന്നാൽ ചില വിഷയങ്ങളോട് അവർക്ക് താല്പര്യക്കുറവുമുണ്ടായിരിക്കും. അത്തരത്തിൽ, അതായത് ക്ലാസ് റൂമിനകത്ത് അവൻ നേരിടുന്ന അവൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഇതെല്ലാം ചേർത്ത് അതിൻ്റെ ഒരു ആകെത്തുകയെ നമുക്ക് എന്തെന്ന് പറയാം? താല്പര്യമെന്ന് പറയാം. അതുപോലെ പഠനത്തിൽ താല്പര്യമുണ്ടാക്കുന്നതിന് നമുക്ക് കുട്ടിയിൽ എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയും? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ അതിനും ആൻസർ ചെയ്യണം, അല്ലേ? അതായത് പഠനം പ്രവർത്തനാധിഷ്ഠിതമാക്കണം. അപ്പോൾ നമുക്കറിയാം ക്ലാസ്സിൽ നമ്മൾ പോകുമ്പോൾ, അധ്യാപകർ ക്ലാസ്സിലെത്തുമ്പോൾ കുട്ടികൾക്ക് പഴയ ആ ലെക്ചർ മെത്തേഡിനെക്കാട്ടിലും ഇഷ്ടം എന്താണ്? പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള പഠനമായിരിക്കും, അല്ലേ? ഇപ്പോൾ ക്ലാസ്സിൽ അധ്യാപിക കടന്നു പോകുമ്പോൾ ഒരു ചാർട്ടൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ലേണിംഗ് എയ്ഡ് ക്ലാസ്സിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് അവനെ കൊണ്ടും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള പഠനമായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ വിദ്യാലയ സൗകര്യങ്ങൾ കുട്ടിയെ ആകർഷിക്കാൻ പര്യാപ്തമായതായിരിക്കണം, അല്ലേ? അതായത് സ്കൂളിൽ വരാനുള്ള ഒരു താല്പര്യം കുട്ടിക്ക് ഉണ്ടാകണമെങ്കിൽ വിദ്യാലയത്തിനോടൊരു താല്പര്യം ഉണ്ടാകണം, അല്ലേ? അത്തരത്തിലുള്ള ഒരു വിദ്യാലയത്തെ, അതായത് അത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള ഒരു വിദ്യാലയമായിരിക്കണം കുട്ടിക്ക് വേണ്ടത്. ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ പഠന രീതികൾ സന്തോഷപ്രദമാകണം, അല്ലെ? കുട്ടിക്ക് ഒരു തരത്തിലും വേദന, മനസ്സിൽ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളതോ ആയ വേദന ജനിപ്പിക്കാത്ത വിധത്തിലുള്ളതായിരിക്കണം പഠന രീതികൾ. ഓരോ പഠന വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോഴും അത് കുട്ടിക്ക് സന്തോഷപ്രദമായിട്ടുള്ളതായിരിക്കണം. അടുത്തത് എന്താണ്? പഠന പ്രക്രിയ വളരെ അയവുള്ളതായിരിക്കണം. അപ്പോൾ ഒരു കാര്യം നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യമേ അവൻ വളരെ പ്രയാസപ്പെട്ടതാണ് ഈ പ്രവർത്തനം, അല്ലെങ്കിൽ ഇതെനിക്ക് പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ള ചിന്ത കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകരുത്. ഇനി അടുത്ത കാര്യം, സാധാരണ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ മൊബൈൽ ഫോണും TV-യും കമ്പ്യൂട്ടറും ഒക്കെ സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്ലാസ് റൂമിനകത്തുണ്ടാക്കണം. അതായത് വിവരവിനിമയ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നത് കുട്ടിക്കത് ഏറെ ക്ലാസ് റൂം ഇഷ്ടപ്പെടാനുള്ള കാരണമായി തീരുന്നു. ഒപ്പം തന്നെ സാമൂഹിക വിഭവങ്ങൾ ഉപയോഗപ്പെടുത്താം, അല്ലേ? പരിസര പഠനമൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടിയെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് അവനെ പുറത്തുള്ള സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത്, പുറമേയുള്ള പ്രകൃതിയെ അവന് ഇണങ്ങുന്ന രീതിയിൽ പരിചയപ്പെടുത്തി കൊടുത്ത് പഠനം ആസ്വാദ്യകരമാക്കാം. അപ്പോൾ പഠനത്തിൽ താല്പര്യം ജനിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ താല്പര്യം എന്താണെന്നും പഠനത്തോടുള്ള താല്പര്യം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ചെറിയൊരു ടോപ്പിക്ക് പഠിച്ചു കേട്ടോ. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ശബ്ദത്തിന് ഇങ്ങനെ വേരിയേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. പാഠ്യക്രമം എന്താണ്? പാഠ്യക്രമം അല്ലെങ്കിൽ സിലബസ്, അല്ലേ? പാഠാസൂത്രണം എന്താണ്? പാഠ്യപദ്ധതി, ഇതൊക്കെ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിഭവ യൂണിറ്റ്. എന്താണ് വിഭവ യൂണിറ്റ് എന്ന് പറയുന്നത്? അധ്യാപകരും മറ്റു വിദ്യാഭ്യാസ വിചക്ഷണന്മാരും തയ്യാറാക്കുന്നതാണ് വിഭവ യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് പാഠഭാഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് നൽകുന്ന രൂപരേഖയായിട്ട് നമുക്ക് വിഭവ യൂണിറ്റിനെ കണക്കാക്കാൻ കഴിയും.
അതായത് ഒരു അധ്യാപകന് തൻ്റെ പാഠഭാഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് എന്തനിവാര്യമാണ്? വിഭവ യൂണിറ്റ് അനിവാര്യമാണ് അല്ലേ? അപ്പോൾ ഒരു വിഭവ യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പാഠഭാഗങ്ങൾ അധ്യാപകൻ എന്ത് ചെയ്യേണ്ടത്? ആസൂത്രണം ചെയ്യേണ്ടത്. വിഭവ യൂണിറ്റിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പാഠ്യവസ്തുവിൻ്റെ ഉള്ളടക്കം, ലക്ഷ്യങ്ങളുടെ നിർവചനം, പഠനാനുഭവങ്ങൾ, പഠന വിവരങ്ങളുടെ ശേഖരണം, പ്രശ്നം, മൂല്യനിർണ്ണയം, വിലയിരുത്തൽ, ഇതെല്ലാം തന്നെ വിഭവ യൂണിറ്റിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. അപ്പോൾ വിഭവ യൂണിറ്റ് എന്താണെന്നും വിഭവ യൂണിറ്റിൻ്റെ ഘടകങ്ങൾ എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നിന്ന് തന്നെ വരുന്ന മറ്റൊരു ചോദ്യമാണ്, സിലബസ് അല്ലെങ്കിൽ പാഠ്യക്രമവും പാഠ്യപദ്ധതിയും ഒന്നാണോ എന്നൊരു ചോദ്യം വരാം അല്ലേ? സിലബസും പാഠ്യപദ്ധതിയും ഒന്നാണോ? അല്ല. പാഠ്യക്രമം അല്ലെങ്കിൽ സിലബസ് എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയിൽ വരുന്ന ഒരു ചെറിയ ഭാഗം മാത്രമാണ് കേട്ടോ. അതായത് അധ്യയന വർഷത്തിൽ ക്ലാസ് തുടങ്ങുന്നത് മുതൽ ആ വർഷം അവസാനിക്കുന്നത് വരെ വിദ്യാലയത്തിൻ്റെ കീഴിൽ വരുന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതിയിലാണ് ഉൾപ്പെടുന്നത്. പക്ഷേ ആ പാഠ്യപദ്ധതിയിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് പാഠ്യക്രമം. അപ്പോൾ പാഠ്യക്രമവും പാഠ്യപദ്ധതിയും തമ്മിൽ വ്യത്യസ്തമാണ്. പാഠ്യപദ്ധതിയിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് പാഠ്യക്രമം. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ജനാധിപത്യപരമായ ക്ലാസ് റൂം, ജനാധിപത്യവാദിയായ അധ്യാപകൻ. അതൊക്കെ നമ്മൾക്ക് അറിയാൻ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഒപ്പം തന്നെ എന്താണ് ജനാധിപത്യ വിദ്യാലയം? വിദ്യാലയ നടത്തിപ്പ്, ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ, അധ്യാപക വിദ്യാർത്ഥി ബന്ധം, വിദ്യാലയവും സമൂഹവും തമ്മിലുള്ള ബന്ധം തുടങ്ങി സമസ്ത മേഖലകളിലും ജനാധിപത്യ മൂല്യങ്ങൾ നിലനിർത്തുന്ന വിദ്യാലയങ്ങളെയാണ് ജനാധിപത്യ വിദ്യാലയങ്ങളെന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, അതായത് സമസ്ത മേഖലയും എങ്ങനെയായിരിക്കണം? ജനാധിപത്യ മൂല്യത്തിൽ നിറഞ്ഞത് ആയിരിക്കണം. അത്തരത്തിലുള്ള വിദ്യാലയത്തിന് നമുക്ക് എങ്ങനെ പറയാം? ജനാധിപത്യ വിദ്യാലയം എന്ന് പറയാം. അതായത് ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ എടുക്കുമ്പോൾ അവിടെ അധ്യാപകൻ വരുന്നുണ്ട്, കുട്ടികളും വരുന്നുണ്ട് അല്ലേ? അധ്യാപക വിദ്യാർത്ഥി ബന്ധം, ഇതെല്ലാം ക്ലാസ് റൂമിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാലയവും സമൂഹവും തമ്മിലുള്ള ബന്ധം, അവിടെയും എന്ത് വേണം? ജനാധിപത്യത്തിൻ്റെ ബന്ധം വേണം അല്ലേ? ഇതെല്ലാം തന്നെ അധ്യാപകനും തമ്മിലുള്ള ബന്ധം, സമൂഹവും സ്കൂളും തമ്മിലുള്ള ബന്ധം, സ്കൂളിൻ്റെ ചുറ്റുപാട്, ഇതെല്ലാം തന്നെ ജനാധിപത്യപരമായിരിക്കണം. അങ്ങനെയുള്ള വിദ്യാലയത്തിന് നമുക്ക് എങ്ങനെ പറയാം? ജനാധിപത്യ വിദ്യാലയമെന്ന് പറയാം. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ടാലൻറ്റ് ലാബ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖലകൾ കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നതാണ് ടാലൻറ്റ് ലാബുകൾ. ഇപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ കാര്യങ്ങളിലായിരിക്കും അഭിരുചി കൂടുതൽ. ചിലർക്ക് നന്നായിട്ട് പാടാൻ കഴിയാം, ചിലർക്ക് നന്നായിട്ട് വരയ്ക്കാൻ കഴിയും, ചിലർ നന്നായിട്ട് നൃത്തം ചെയ്യും. ഇതെല്ലാം തന്നെ ഓരോ അഭിരുചികളാണ് അല്ലേ? അതെല്ലാം കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ ഈ പഠനത്തിനൊപ്പം തന്നെ പരിശീലനവും നൽകി വേണ്ട പ്രോത്സാഹനവും നൽകുന്നതിനെയാണ് നമ്മൾ ടാലൻറ്റ് ലാബുകൾ എന്ന് പറയുന്നത്. പഠന പുരോഗതിക്കൊപ്പം തന്നെ സ്വയം തിരിച്ചറിയൽ, സർഗാത്മക ചിന്ത, നിരീക്ഷണ പാടവം, നേതൃത്വ പാടവം, ആശയവിനിമയ ശേഷി, സംഘഭാവം തുടങ്ങിയ ആർജിക്കാൻ കഴിയുന്ന കുട്ടികളിൽ അന്തർലീനമായ കഴിവുകളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടാലൻറ്റ് ലാബുകൾ എന്ന ആശയത്തിലൂടെ നമുക്ക് കുട്ടിയിൽ നിന്നും വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അടുത്തൊരു ചോദ്യമാണ്, എന്താണ് സ്കൂൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്കൂൾ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്താണ്? സമൂഹത്തെ വിദ്യാലയത്തോട് കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കുന്നതിന് നമുക്ക് സ്കൂൾ ഓർഗനൈസേഷൻ എന്ന് പറയാം അല്ലേ? അപ്പോൾ സ്കൂൾ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ സ്കൂളെന്ന് പറയുമ്പോൾ അവിടെ വിദ്യാർത്ഥിക്കാണല്ലേ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിച്ച് സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള അവൻ്റെ കർത്തവ്യങ്ങൾ അവനെ നിറവേറ്റാൻ പ്രാപ്തമാക്കുന്നത് സ്കൂൾ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ സ്കൂൾ ഓർഗനൈസേഷൻ എന്താണ്? സമൂഹത്തെ, നമുക്ക് ചുറ്റുപാടും അല്ലേ, സമൂഹത്തെ വിദ്യാലയത്തോട് കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കുന്നത് സ്കൂൾ ഓർഗനൈസേഷനാണ്. അപ്പോൾ ലക്ഷ്യമെന്ന് പറയുമ്പോൾ എന്താണ്? കുട്ടികളിൽ അന്തർലീനമായ കഴിവുകൾ വികസിപ്പിക്കുക, സമൂഹത്തോടും സ്വന്തം രാഷ്ട്രത്തോടുമുള്ള അവൻ്റെ കൂറ് നിറവേറ്റാൻ അവനെ പ്രാപ്തനാക്കുക. ഇതെല്ലാം തന്നെ സ്കൂൾ ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്കൂൾ ഓർഗനൈസേഷന് എന്തൊക്കെ ഉണ്ടാകണം?
അതിൻ്റെ അകത്ത് വരുന്ന ഭാഗങ്ങളാണ് സ്കൂൾ കെട്ടിടമുണ്ടാകണം, സ്കൂൾ ഗ്രന്ഥശാല, സമയവിവര പട്ടിക, സഹപാഠ്യപദ്ധതി, പ്രഥമാധ്യാപകൻ, സ്റ്റാഫ് കൗൺസിൽ, സ്റ്റാഫ് അംഗങ്ങൾ, ഇതെല്ലാം തന്നെ സ്കൂൾ ഓർഗനൈസേഷൻ്റെ പ്രധാന ഘടകങ്ങളാണ്. അപ്പോൾ ചോദിക്കാൻ ചിലപ്പോൾ അല്ലേ സ്കൂൾ ഓർഗനൈസേഷൻ എന്താണ്, അതിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുമല്ലേ. ഇപ്പോൾ സ്കൂളെന്ന് പറയുമ്പോൾ വൃത്തിയും വെടിപ്പും അല്ലെങ്കിൽ വളരെ മികവുറ്റതുമായിട്ടുള്ള ഒരു കെട്ടിടം ഉണ്ടാകണം, സ്കൂൾ ഗ്രന്ഥശാലയുണ്ടാകണം അല്ലേ, അതുപോലെ തന്നെ പാഠ്യപദ്ധതി, പ്രധാന അധ്യാപകൻ, സ്റ്റാഫ്, ഇവരെല്ലാം ചേർന്നതാണ് സ്കൂൾ ഓർഗനൈസേഷൻ്റെ പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ബാലസാഹിത്യ കൃതികളെക്കുറിച്ച് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും പറയാം. ഇപ്പോൾ ബാലസാഹിത്യകാരെന്ന് പറയുമ്പോൾ സിപ്പി പള്ളിപ്പുറം അല്ലേ, നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള എഴുത്തുകാരനാണ് അല്ലേ. അപ്പൂപ്പൻ താടിയുടെ സ്വർഗ്ഗയാത്ര, ഒരിടത്തൊരു കുഞ്ഞുണ്ണി, ചെണ്ട തുടങ്ങിയ കൃതികളെല്ലാം സിപ്പി പള്ളിപ്പുറത്തിൻ്റെ കൃതികളാണ്. അതുപോലെ തന്നെ കുഞ്ഞുണ്ണി മാഷ് അല്ലേ, നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കുഞ്ഞുണ്ണി മാഷ് ാണ്. കുറ്റി പെൻസിൽ, അമൃത കഥകൾ, കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളും, നമ്പൂതിരി ഫലിതങ്ങൾ, വലിയവനാകാൻ എന്ന് തുടങ്ങിയല്ലേ കഥാസൂക്തങ്ങൾ, പണ്ട് എന്ന് തുടങ്ങി ധാരാളം കഥകളും കുട്ടി കവിതകളും ഒക്കെ കുഞ്ഞുണ്ണി മാഷിന് സ്വന്തമായിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ GS ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ A വിജയൻ, പ്രഭാകരൻ പഴശ്ശി, അതുപോലെ തന്നെ ചെമ്മനം ചാക്കോ, അങ്ങനെയുള്ള എഴുത്തുകാരല്ലേ, സുമംഗല, ഇങ്ങനെയുള്ള എഴുത്തുകാരൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ വൈലോപ്പിള്ളി ശ്രീധരമേനോനൊക്കെ കുട്ടികൾക്കുള്ള കവിതകളും കൃതികളൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ. പച്ചക്കുതിര, മിന്നാമിന്നി, ഇതൊക്കെ തന്നെ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ. അതുപോലെ തന്നെ വള്ളത്തോളിൻ്റെ പനിനീർ പൂവും പൈതലും, സുഗതകുമാരിയുടെ കുട്ടികളുടെ പഞ്ചതന്ത്രം, ഇതെല്ലാം തന്നെ എന്താണ് കുട്ടിക്കഥകളും കവിതകളും ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹിത്യകാരന്മാരെയും അവരുടെ കൃതികളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇതുവരെയുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കാണാപ്പാഠം പഠിക്കാതെ മനസ്സിലാക്കി കേട്ട് വയ്ക്കുക. ഇപ്പോൾ LP-യുടെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരും തുടർന്നുള്ള UP ഇൻ്റർവ്യൂവിനൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ അതെന്താണ് ഏറെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനു മുന്നേയുള്ള ക്ലാസ്സുകളും തുടർന്നുള്ള ക്ലാസ്സുകളും ഒക്കെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.